വെച്ച് പച്ചത്തിരി നിറത്തിന് കത്തിച്ചോണ്ട് ആ ജന്മം പാഴാക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതെല്ലാം പച്ച വെളിച്ചത്തിലായി സംഭവം നടക്കണം മുഴുവനും. അതുകൊണ്ട് നീ എപ്പോഴും നീ ഉടമ്പടി എടുത്തത് 10 മനുഷ്യർ അറിയണം, അറിയിക്കുകയും ചെയ്യണം. അപ്പോഴെന്ത് ദൈവത്തെ മനസ്സിലാവും, നീ ഒരു വാല്യുബിൾ പേഴ്സണാണ്, നിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം അങ്ങനെ ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല, പക്ഷേ നമ്മൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണ് ദൈവം നമ്മൾ അവോയ്ഡ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നത്. യു ഗോട്ട് എ പോയിന്റ്. ദൈവത്തിൻ്റെ നയപരിപാടികളിൽ ദൈവം ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല. ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അതല്ലേ ഇപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പോളിസി, നയപരിപാടി. ഇതാണ് ഞാൻ നിന്നെ ഒരു കാരണവശാലും, നീ 2 കെട്ടിയതാണെന്നാ നിന്റെ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നീക്കൊന്നും ദൈവം നിൻ്റെ ഒരു സങ്കടത്തെ സമയത്ത് കണക്കിലെടുക്കത്തില്ല. ആത്മീയ പ്രശ്നം വരുമ്പോൾ, നിത്യതയെ വിഷയം ബാധിക്കുമ്പോഴാണ് നിനക്കിതൊക്കെ കടമായി മാറുന്നത്. ഇപ്പോൾ ചില ആൾക്കാരില്ലേ, ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്ത ചില ആൾക്കാർ, ഒരു ഭർത്താവ് അവർ ജീവിച്ചിരിപ്പുണ്ട്, ഒരു കാര്യമില്ല, നേരത്തെ ലൈൻ അടിച്ച് പാർട്ടി പാടി ചിലപ്പോൾ ഒളിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷേ ഒരു കണ്ണുനീര് നിനക്ക് വന്നാൽ നിന്നെ തൽക്കാലത്തേക്ക് ദൈവം സെറ്റ് ചെയ്യും. പക്ഷേ സുവിശേഷ പിതാവായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സുവിശേഷ പിതാവായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്യണം, ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു കാരണവും പറഞ്ഞ് നിന്നെ ഈ രോഗം കർത്താവ് സുഖപ്പെടുത്താതിരിക്കത്തില്ല. ഇപ്പോഴത്തെ പോയിന്റ്, നീ രോഗം സുഖപ്പെട്ടെന്ന് പറഞ്ഞ് നിൻ്റെ പാപത്തിൽ ലൈസൻസും അല്ലത്. ഇപ്പോൾ ചെറിയ പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ സുഖപ്പെടുത്തി, അപ്പോൾ ഞാൻ കുറേ പാപമൊക്കെ ചെയ്ത് അത് കർത്താവ് കണ്ടില്ലെന്ന് വെക്കുക. ഇല്ലല്ല, അതെല്ലാം കാണാം, അവസാനം വരുമ്പോൾ എല്ലാം കാണാം. അവസാനത്തെ കണക്കായില്ലല്ല. ഇപ്പോൾ ഈ ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ കർത്താവ് അതാണ്, ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞു. അവഗണിക്കത്തില്ല ഒരു കാരണവശാലും. അപ്പോൾ ഇപ്പോഴേ ഈ ഭൗതിക കാര്യങ്ങൾക്ക് ജോലി കിട്ടുന്നതിനൊന്നും നിൻ്റെ പാപാവസ്ഥ ഒന്നും കാര്യമല്ല. നീ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമല്ലേ. അപ്പോൾ നിനക്ക് ദൈവമേ ഞാനൊരു സമയം കിട്ടുമ്പോൾ റെക്ടിഫൈ ചെയ്തോളാം, നേരെ ചെറിയ ഞാൻ ജീവിച്ചോളാം, എന്നെ സഹായിക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ വചനം, ഞാൻ ഒരു കാരണവശാലും നിന്നെ അവഗണിക്കത്തില്ലെന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് മക്കളെ, ദൈവം നമ്മൾ അവഗണിക്കണമില്ലാത്തതല്ല പ്രശ്നം, നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നത് കാരണം ദൈവം അവഗണിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ദാറ്റ്സ് പോയിന്റ്. യു ഗോട്ട് ദ പോയിന്റ്. ലീഡിയ, നമ്മൾ ദൈവത്തെ അവഗണിക്കും. എങ്ങനെയാണ് കാര്യം, ദൈവത്തെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഒരു ചേച്ചി ഞാൻ എപ്പോഴും പറയും, അവരവിടെ അമ്മ മരിച്ചിട്ട് അവർ ഗൾഫിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് വന്നതാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്താ, 5:30 മണിയായി, ബാഗിൽ നിന്ന് പ്രത്യക്ഷയുടെ തിരിയെടുത്ത് കത്തിച്ചിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. എന്നാൽ അമ്മ മരിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. അയ്യോ അമ്മ മരിച്ചാണല്ല ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്. അങ്ങനെയൊന്നുമല്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്കും അതൊരു ബൈൻഡിങ് ആയിട്ട് വരികയാണ്, ഓപ്പോസിറ്റ് ബൈൻഡിങ് വരും. ഒരു കാരണവശാലും ദൈവം നിന്നെ അവഗണിക്കത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, നീ ഒരു കാരണവശാലും ദൈവത്തെ അവഗണിക്കരുത്. ദാറ്റ്സ് എ പോയിന്റ്. അത് സീരിയസ് വിഷയമാണ് മക്കളെ. ഇതൊക്കെ പെട്ടെന്ന് ഈ ഉടമ്പടിയിലൊരു ടൈപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ കർത്താവ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ നിലപാടിൽ ഒരു കാരണവശാലും അവിടെ നമ്മളെ അവഗണിക്കത്തില്ല. ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെങ്കിൽ നമ്മളും അതുപോലെ ആയിരിക്കണം. കാര്യം ഈ മ്യൂച്വൽ ബൈൻഡിങ് ആണ് കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം. അത് മനസ്സിലായില്ലേ? മ്യൂച്വൽ ബൈൻഡിങ് പരസ്പരം ബാധ്യതയുള്ളതായിട്ടാണ് വചനത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അതാണ് പരസ്പരം ബാധ്യതകളെയാണ്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്ന് വിളിക്കുന്നു, ഗുരുവെന്നും കർത്താവെന്ന് വിളിക്കുന്നു അല്ലേ? അത് ശരിയാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ. അതാ മ്യൂച്വൽ ബൈൻഡിങ് ആണ് കർത്താവിൻ്റെ നിയമങ്ങൾ.